നേരത്തെ ശശി തരൂരിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പിന്നാലെ എം വി ഗോവിന്ദന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസും ഡോക്ടർ ശശി തരൂർ എം പിയും നേർക്കുനേർ വരുന്ന സാഹചര്യമാണ്. കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പ് തള്ളി കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തുന്ന ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ശശി തരൂർ എം പി. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണം, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ചൂണ്ടിക്കാട്ടുന്നതാണ് തന്റെ രീതിയെന്നും ശശി തരൂർ വ്യക്തമാക്കി. പ്രതികരണത്തിലേക്ക് ആദ്യം. നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് 2 വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ 29 സംസ്ഥാനത്തിൽ 28ാമത്തെ സ്ഥാനം ഒരു വർഷവും, അതിന് മുമ്പിൽ 28 സംസ്ഥാന റാങ്കിംഗ് ഉണ്ടായിരിക്കുമ്പോൾ 26ാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം. അപ്പം അതിന്ന് പോയി ചാടിയിട്ട് 1ാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം. എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം. ഓൺട്രപ്രണർഷിപ്പ് അത്യാവശ്യമാണ്, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്, വികസനം അത്യാവശ്യമാണ്. ഒരു കോട്ട് വെച്ചത് രാജീവന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ ഡോക്ടർ ശശി തരൂർ എം പിയെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും രംഗത്തെത്തി. പ്രതികരണങ്ങളിലേക്ക്. നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സാധാരണ പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. ലോകത്ത് IT രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികാസം, അതിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ ലോകത്തിൻ്റെ തോതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ വികാസം ഈ കേരളം നേടിയിരിക്കുന്നു. അതാണ് അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സത്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിൻ്റെ വളർച്ചയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഷെഫീദ് റാവുത്തറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷെഫീദ്, ഈ ഒടുവിലത്തെ ശശി തരൂരിന്റെ പ്രതികരണം വരുന്നതിന് മുമ്പ് മറ്റു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാകാം, അദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന്. പക്ഷേ ഇതാ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. അത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഒപ്പം ഇതാ മറു സൈഡിൽ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ശശി തരൂരിനെ പ്രകീർത്തിക്കുന്നുമുണ്ട്. എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കോൺഗ്രസ് ഇനി നേരിടുക? കീർത്തന, നിഷ്കളങ്കമായൊരു പ്രതികരണമായി ശശി തരൂരിന്റെ ആ ലേഖനത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം കേന്ദ്ര ബജറ്റിന് ശേഷം കേന്ദ്ര ബജറ്റിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ നിലപാട്, അതേപോലെ തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ വാഴ്ത്തിയുള്ള അദ്ദേഹത്തിന്റെ നിലപാട്, ഇതിറക്കം ദേശീയ നേതാക്കളായിട്ടുള്ള പവൻ ഖേര തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കേരളത്തിൽ KPCCയെ പരസ്യമായി എതിർത്തുകൊണ്ടും അതല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടും ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുത്തിയത്. കേരളത്തിന്റെ വ്യവസായ സൗഹൃദ സാധ്യതകളെക്കുറിച്ചായിരുന്നു ആ ലേഖനത്തിൽ ശശി തരൂർ കാര്യമായി പറയുകയും ചെയ്തത്. മാത്രവുമല്ല, അത് P. രാജീവിന്റെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ വാദത്തെ അടിമുടി പിഴുതെറിയുകയായിരുന്നു ശശി തരൂർ. അദ്ദേഹത്തിന് അല്പസമയം മുൻപുള്ള പ്രതികരണത്തിൽ അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം, അതേപോലെ തന്നെ കേരളം എത്രത്തോളം വ്യവസായ സൗഹൃദമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞതെന്ന് ശശി തരൂർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഭരണപക്ഷത്തിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ അവരും ഇത്തരം വികസന മാതൃകകളെ അഭിനന്ദിക്കണം. മുൻപും താൻ നല്ലത് ചെയ്താൽ നല്ലതിനെ അഭിനന്ദിക്കാറുണ്ട്, മാത്രമല്ല മോശം ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. ആ സാഹചര്യത്തിലാണ് കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് ശശി തരൂർ വ്യക്തമാക്കിയ ഒരു കാര്യം. മാത്രമല്ല, അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ആ സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും കേരളത്തിലെ വരും തലമുറയ്ക്ക് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ എത്രത്തോളം സജീവമാക്കി നിലനിർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് പറഞ്ഞതാണ്. ആ രീതിയിൽ ആ മാതൃക കേരളം കൈവരിച്ചപ്പോൾ അഭിനന്ദിക്കുക
അത് തൻ്റെ കടമയാണ് എന്നടക്കമുള്ള ആ ധ്വനി വരുന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ വെട്ടിലായിരിക്കുന്നത് KPCCയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമാണ്. കാരണം നിയമസഭയിലടക്കം ഇപ്പോൾ ഈ പി രാജീവ് ഉന്നയിക്കുന്ന വ്യവസായ മന്ത്രി പി രാജീവ് ഉയർത്തിയിട്ടുള്ള കണക്കുകൾ അത് പൊളിക്കുന്ന ഒരു സമീപനം അത് നിയമസഭയിലടക്കം പ്രതിപക്ഷം എടുത്തിരുന്നു. മാത്രമല്ല കേരളത്തിൽ വ്യവസായം തുടങ്ങാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചടക്കം വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നതിനിടെയാണ് തങ്ങളുടെ സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ ഒരു മുതിർന്ന ഒരു ദേശീയ നേതാവ് തന്നെ കേരളത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അക്കാര്യത്തിൽ ചോദിച്ചത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൽ ശശി തരൂർ പറഞ്ഞ മറുപടി തന്റെ ലേഖനം വി ഡി സതീശൻ വായിക്കട്ടെ, അതിനുശേഷം അദ്ദേഹത്തിന് ആ കണക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിവരം ശശി തരൂരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഏതാണ്ട് ഈ വിഷയത്തിൽ രണ്ട് തട്ടിലായിരിക്കുന്നു. ഇനി ഇതിലുള്ള അനുനയ നീക്കം ഏത് രീതിയിലാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കൗതുകമായി മാറുക. കീർത്തന. അതെ, അത് തന്നെയാണ് ഇപ്പോൾ ഷിഫീൽ സൂചിപ്പിച്ച പോലെ സഭയിലടക്കം മന്ത്രി പി രാജീവ് ഈ നമ്മുടെ കേരളം എങ്ങനെ വ്യവസായ സൗഹൃദമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുമ്പോൾ അതെങ്ങനെ അതിനെ എതിർക്കാമെന്നാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ ദേശീയ നേതാവായ കേരളത്തിലെ പ്രമുഖ ഒരു നേതാവായ നമ്മുടെ ഡോക്ടർ ശശി തരൂർ MP ഭാഗത്ത് നിന്ന് വിശ്വപൗരൻ ഇങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ തീർച്ചയായും വെട്ടിലാക്കുന്നുണ്ട്. ഇനിയിപ്പോ ഏത് തരത്തിൽ വിശ്വപൗരൻ എന്നുള്ള വാക്കെടുത്ത് കെ മുരളീധരൻ ഈ വിഷയത്തിൽ പരിഹാസപൂർവ്വമുള്ള രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങി കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ശശി തരൂരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് തന്റെ നിലപാട് ശശി തരൂർ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് അടുത്ത പൊട്ടിത്തെറിക്കുള്ള വകയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പുറത്തൊരു ആയുധവും ആയിട്ടുണ്ട്. ഇതാദ്യമല്ല ഡോക്ടർ ശശി തരൂർ ഇതുപോലുള്ള പരാമർശങ്ങൾ അതുപോലെ ലേഖനങ്ങളൊക്കെ എഴുതി വെട്ടിലാകുന്നത്. അപ്പം അദ്ദേഹം വെട്ടിലായെന്ന് പറയാൻ കഴിയില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്.